എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നമുക്കൊപ്പം ഹോർത്തൂസ് വേദിയിൽ അല്പസമയം ചെലവഴിക്കാനെത്തിയ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട ഒളിമ്പ്യൻ PT ഉഷയെ ഉള്ള സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഒരു തരത്തിലും പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരാളാണ്. പയ്യോളിയിൽ നിന്ന് ഓടി തുടങ്ങി ലോക രാജ്യാന്തര കായിക ഭൂപടത്തിൽ ഇന്ത്യ അടയാളപ്പെടുത്തി നമ്മുടെ ഓരോ ഇന്ത്യക്കാരൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഓരോ മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരമായി മാറിയ ഒരാളാണ് ഒളിമ്പ്യൻ PT ഉഷ എന്നതിനപ്പുറത്തേക്ക് യാതൊരു വിശേഷണം ആവശ്യമില്ല. മലയാളിക്ക് യേശുദാസ് എങ്ങനെയോ മമ്മൂട്ടിയും മോഹൻലാലും എങ്ങനെയോ അത്രത്തോളം ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഒരു നാമമാണ് PT ഉഷയുടേത്. എന്തായാലും ഇതിൽ സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഒരു കാലത്ത് നമ്മുടെ കായിക വേദിയെ ട്രാക്കിനെ ത്രസിപ്പിച്ചത് മലയാളികളായ വനിതാ കായിക താരങ്ങളായിരുന്നു ഒരു കാലത്ത്. പക്ഷേ കഴിഞ്ഞ 2 ഒളിമ്പിക്സുകളിൽ മലയാളി വനിതാ താരങ്ങളൊന്നുമില്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണോ, ഡെഡിക്കേഷൻ്റെ കുറവാണോ, സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണോ? ഈ വർഷം ഇല്ലാതെ പോയത് എനിക്ക് തോന്നുന്നത്, ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് ട്രയൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫൈനൽ ട്രയൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 400 മീറ്റേഴ്സിൽ വിത്തിൻ 3ൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ജിസ്ന മാത്യു ഉണ്ടാവേണ്ടതാണ്. അപ്പം ഫൈനലിൽ പോലും എത്താത്ത 2 പേരെയാണ് ടീമിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എനിക്ക് കൂടുതൽ അതിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ IOA പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടി തന്നെ അങ്ങനെ വരുമ്പോൾ അതിനെ എനിക്ക് കൂടുതൽ ശരിക്കും എനിക്ക് കൂടുതൽ അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം അമേരിക്കയുടെ ഒക്കെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ എത്ര നിങ്ങൾ പെർഫോമൻസ് ചെയ്ത് ക്വാളിഫൈ ചെയ്താലും ഫൈനൽ ട്രയൽസിൽ ആര് പെർഫോം ചെയ്യുന്നതോ അവരായിരിക്കും കോമ്പറ്റീഷന് പങ്കെടുക്കുക. ആവണം. കാരണം നമ്മളൊരു ഒളിമ്പിക്സിൻ്റെ ഒരു 5 മാസം മുമ്പ് ഒരു പെർഫോമൻസ് പണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ഫൈനലിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്. അതുകൊണ്ടാണ് സത്യത്തിൽ പ്രസൻസ് ഇല്ലാതെ പോയത്. കാരണം ജിസ്ന മാത്യു ഓടിയിരുന്നെങ്കിൽ 330യുടെ അണ്ടറിൽ വരുമായിരുന്നു. അവിടെ 332+ ആണ്. 40 ഇയേഴ്സ് ബിഫോർ ഞങ്ങൾ ഓടിയതിനേക്കാളും മോശം പെർഫോമൻസ് ആണ് റിലേ ടീം ചെയ്തത് അവിടെ. ഓക്കെ നമ്മളിപ്പോഴും PT ഉഷയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ വേദനയോടെയും സങ്കടത്തോടെയും ഓർക്കുന്ന ഒരു നിമിഷമുണ്ട്. 84 ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിൽ PT ഉഷ എന്ന കായിക താരം ആ അന്നത്തെ ഒരു അവസ്ഥ അതിജീവിച്ചോ? ആ നഷ്ടത്തിൻ്റെ ഒരു സങ്കടം ഇപ്പോഴും ഉള്ളിലുണ്ടോ? സെക്കൻഡിൻ്റെ 100 ഇത്ര വിലയുണ്ടെന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞ അന്ന്. എനിക്ക് സമയത്തിൻ്റെ വില അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രോഗ്രാമിലും എവിടെ എത്തണമെങ്കിലും ഞാൻ കൃത്യസമയത്ത് എത്താറുണ്ട്. കാരണം ഞാൻ ഇന്ന് മിസ് ചെയ്തത് 100th സെക്കൻഡാണ്. വിഷമമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ റേസൊക്കെ കാണുമ്പോൾ വിചാരിക്കും അന്നത്തെ കാലത്ത് എനിക്കൊരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മെഡൽ കിട്ടുമായിരുന്നല്ലോ. പക്ഷേ പിന്നെയെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഞാനൊരു എക്സ്പോഷർ എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് 400 ഹേർഡിൽസിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 റേസ് മാത്രമാണ് ഒളിമ്പിക്സിന് പോകുന്നതിന് മുമ്പ് ഇവിടെ. ഇന്റർ സ്റ്റേറ്റ് മീറ്റും ഓപ്പൺ നാഷൻസും. അത് കഴിഞ്ഞാൽ 3rd റേസ് ഞാനല്ല ഹോൾ ലൈഫിൽ 400 ഹേർഡിൽസ് 10 അടിയിൽ ക്രോസ് ചെയ്യുന്നത് ഞാൻ അവിടെ ലോസ് ഏഞ്ചൽസ് പോയിട്ട് ഇംഗിൾവുഡിൽ ഒരു റേസ് കണ്ടിട്ടാ. മീൻസ് അവിടെ ഒരു ഗ്രാൻഡ് പ്രിക്സിലാണ്. അവിടെ ഞാൻ ജുഡി ബ്രൗൺ കിങ് USA-ൻ്റെ അടുത്ത് ജയിച്ച ഒരു കോൺഫിഡൻറ്റിലാണ് ഞാൻ ഓടിയത്. ഇന്നിപ്പം ഒരാൾ ഒളിമ്പിക്സിൽ പോകണമെങ്കിൽ എനിക്ക് തോന്നില്ല ഒരാൾ 2 റേസും കൊണ്ട് ഒളിമ്പിക്സിൽ പോകാൻ ക്വാളിഫൈ ചെയ്യപ്പെടുമെന്ന് പോലും എനിക്ക് തോന്നില്ല. ഒരുപാട് 10-15 റേസ് യൂറോപ്പിലൊക്കെ പോയി ഓടിയിട്ടില്ലേ സാധാരണ ഒളിമ്പിക്സിൽ ആരും പങ്കെടുക്കുക. എനിക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. അത് കാരണം കൊണ്ട് മാത്രം മിസ് ചെയ്ത് പോയ മെഡലാണത്. അറിയാം. കാരണം മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടമാണ് ആ മെഡൽ. അതിനുശേഷം നമ്മൾ ഒളിമ്പിക്സിൽ നമ്മൾ അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ എങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളുടെ ഒരു അതായത് 84 മുതൽ ഒരു ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഒരു കാലഘട്ടത്തിന് വലിയ ദൂരമാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങൾ കായിക മേഖലയിൽ വളർച്ച ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ രാജ്യം വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരു ഇത്ര കായിക രംഗത്ത് ഇത്ര അടുത്ത് നിന്ന് നോക്കിക്കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 4 ഇയേഴ്സ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ 1980 ഞാൻ 100 മീറ്റേഴ്സ് 200 മീറ്റേഴ്സിൽ ഞാൻ ഹീറ്റ്സിൽ 6ാമത് വന്നിട്ട് ഞാൻ പുറത്തു പോയതാണ്. 4 വർഷം കൊണ്ട് ഞാൻ 400 മീറ്റർ ഹേർഡിൽസിൽ ഞാൻ 100th സെക്കൻഡിന് മെഡൽ മിസ് ചെയ്യുന്ന അടുത്ത് വരെ ഞാൻ എത്തി. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ ന്യൂസിലാൻഡിൻ്റെ പ്രസിഡൻറ്റ് NOC പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ അവർ
ആകെ കിട്ടിയ മെഡൽ 4 മെഡലായിരുന്നു അവർക്ക്. ഈ 4 വർഷം കൊണ്ട് അവർ 10 മെഡലും 10 സ്വർണ്ണ മെഡലും നേടി അവർ 9ാമത്തെ പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ഓരോ വർഷം കഴിയും തോറും നമുക്ക് നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്താണ് കുറവ് എന്നുള്ളത് നികത്തിയിട്ട് അവിടെ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഇൻ്റർഫിയറൻസും നമ്മളുടെ ഈ സെലക്ഷൻ കാര്യത്തിലാണെങ്കിലും ടാലൻറ്റ് സ്കൗട്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ കൂടുതലും മെഡൽ കിട്ടിയതിന് ശേഷം കൂടുതൽ സപ്പോർട്ട് നമുക്ക് കിട്ടും. മെഡൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കാലഘട്ടത്തിലെ പോലെയൊന്നും അല്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ 4th ഇപ്പം 1st 2nd 3rd വരുമ്പോൾ 3rd നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. 4th വന്ന ആൾക്കാരും മെഡലിനായിട്ടുള്ള അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് അവർ. ഇപ്പോൾ 6 മെഡൽ നമ്മൾ അടുത്ത് വന്നിട്ടുണ്ട്. പെർഫോമൻസ് മോശം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവരെ ശരിക്കും അടുത്ത ഒളിമ്പിക്സിലേക്ക് എന്താ പറയുക പ്രിപ്പയർഡ് ആക്കുകയാണെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ അതെന്താണ് അവർക്ക് പറ്റിയത് എന്നുള്ളതിനെ പറ്റി നമ്മൾ പഠിക്കണം ആദ്യം. അപ്പോൾ അത് പഠിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യുമ്പം 6 4th പ്ലേസും നമുക്ക് അടുത്ത ഒളിമ്പിക്സിൽ മെഡലാക്കി മാറ്റാൻ പറ്റും. നല്ല കാര്യമാണ്. എന്തായാലും പി ടി ഉഷ എന്നത് ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഒരു മേൽവിലാസമായിരുന്നു. പി ടി ഉഷ ഇന്ത്യ എന്ന അയക്കുന്ന കത്തുകൾ വരെ പയ്യോളിയിലെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം കേരളത്തിലെ വളരെ സാധാരണമായ ഒരു ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു സാധാരണ പെൺകുട്ടിക്ക് ലോക കായിക വേദിയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു ഇച്ഛാശക്തി ഉണ്ടായതപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായതാണോ? ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ സ്പോർട്സിലേക്കുള്ള തുടക്കം എന്ന് പറയുന്നത് ഞാൻ 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പം ഞാൻ അവിടെ 7th സ്റ്റാൻഡേർഡിലെ അവിടുത്തെ സബ് ജില്ലാ ചാമ്പ്യനായിട്ടുള്ള കുട്ടിയുടെ കൂടെ ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഞങ്ങളുടെ സ്കൂളിലെ ബാലകൃഷ്ണ മാസ്റ്റർ ഓടിച്ചപ്പോൾ ഞാൻ ജയിച്ചു. അതായിരുന്നു തുടക്കം. എന്ന് വെച്ചാൽ അവരെ കൂടി ഓടുമ്പോൾ എന്താ വെച്ചാൽ അവർ വലിയ ആളാണ്, ചാമ്പ്യനാണ്, ഞാൻ 4th ചെറിയ കുട്ടിയാണ്, എനിക്ക് ഓടി ജയിക്കണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. അത് ഡ്രിൽ പീരീഡിൽ ഒരു ഫണ്ടിന് ചെയ്തെന്നേ ഉള്ളൂ അന്ന്. പക്ഷേ ഞാൻ ജയിച്ചു. അത് എന്നെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ 5th 6th ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് എപ്പോഴും അസുഖമായിരുന്നു. പിന്നെ ഞാൻ 7th കയറി വന്നപ്പം ഞാൻ എല്ലാത്തിനും അവിടെ ഓടി ജയിച്ചു, ഫസ്റ്റ് വന്നു. അതായിരുന്നു തുടക്കം. പക്ഷേ ഞാൻ ഓടിക്കഴിഞ്ഞാൽ എനിക്ക് ജയിക്കണം. അതിന് വേണ്ടിയിട്ട് എത്ര സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, എന്ത് ട്രെയിനിങ്ങും ഞാൻ ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ട്രെയിനിങ് നമുക്ക് ആരാണോ തരുന്നത് അവരെ നമുക്ക് ആ ട്രെയിനിങ് വിശ്വസിച്ചിട്ട് ട്രെയിനിങ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പോർട്സിൽ എന്തെങ്കിലും എക്സൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് സാക്രിഫൈസ് ഉണ്ടാവും, ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മിസ്സാവും. അങ്ങനെ നമുക്ക് ഫുൾ ഫോക്കസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ. ഞാൻ അതൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ടും അതിൻ്റെ സക്സസ് കാണുന്നവർ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. ആ പോരാട്ട വീര്യം തുടക്കം മുതലേ ഈ അവസാന കാലം വരെ ഇപ്പോൾ പോലും നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് ഒരാളാണ് പി ടി ഉഷ. പി ടി ഉഷ മത്സരിച്ചെന്ന കാലത്ത് നിന്ന് ഇപ്പോൾ ഒരുപാട് കായികരംഗം മാറി. അന്ന് വളരെ സൗകര്യം കുറഞ്ഞ ഒരു കാലത്ത് പ്രതിസന്ധികളോട് യഥാർത്ഥത്തിൽ പടവെട്ടി തന്നെ മത്സരിച്ചവരാണ്. ഇപ്പോൾ പക്ഷേ ഒരുപാട് സൗകര്യങ്ങൾ വന്നു. പക്ഷേ അതിനനുസരിച്ചൊരു വളർച്ച കായിക രംഗത്ത് ഉണ്ടാകുന്നുണ്ടോ? താരങ്ങളുടെ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ജോലി ഭാവി എന്നതിനപ്പുറത്തേക്ക് ഡെഡിക്കേഷൻ കുറയുന്നുണ്ടോ സ്പോർട്സിനോടുള്ള? ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊക്കെ ചെയ്യുന്ന കാലത്ത് ഉള്ള അത്ലറ്റ്സുകൾക്ക് സൗകര്യങ്ങളില്ലായിരുന്നു. പക്ഷെ അവർ മോറോൺ ടാലൻറ്റ് നോക്കുമ്പോൾ കുറേ നല്ല ടാലൻറ്റഡ് ആയിരുന്നു. പക്ഷെ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അവർ കൂടുതൽ പെർഫോമൻസ് ചെയ്യാതെ പോയത്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പം ഞങ്ങളുടെ കാലത്തേനൊക്കെ അപേക്ഷിച്ചിട്ട് ഇപ്പം നന്നായിട്ട് സൗകര്യങ്ങൾ ഏറിയിട്ടുണ്ട്. അത് കൂടുതലാണെന്ന് ഞാൻ പറയില്ല, കൊടുക്കണം, അപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സൗകര്യങ്ങൾ ഏറിയത് നോക്കുവാണെങ്കിൽ പെർഫോമൻസ് ഇങ്ങനെ വന്നാൽ പോരാ, ഇതിനേക്കാൾ ഏറെ പെർഫോമൻസ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ 2 റേസ് മാത്രം ചെയ്തിട്ടാണ് ഞാൻ ഒളിമ്പിക്സിൽ പോയെന്ന്. ഇന്ന് അങ്ങനെയല്ലല്ലോ, ഒരുപാട് പൈസ അതിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്. ഫോറിൻ എക്സ്പോഷർ, പിന്നെ എന്താ പറയുക, ടോപ്പ് സ്കീം അതിന് വേണ്ടി തന്നെയാണുള്ളത്. പക്ഷേ അതിൽ പെർഫോമൻസ് ചെയ്യാത്ത ആൾക്കാർ അവരെ ടോപ്സ് തന്നെ വെച്ച് കാലങ്ങളോളം കഴിയരുത്. പെർഫോമൻസ് ചെയ്യുന്നത് 4 പൊസിഷനിൽ വരുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അതിൻ്റെ കുറവുകൾ മനസ്സിലാക്കി. മറിച്ച് ഈ ടോപ്പ് ഒളിമ്പിക് പോഡിയം സ്കീമിൽ അവരെ ഉൾപ്പെടുത്തിയിട്ട് അവർ പെർഫോമൻസ് ചെയ്തിട്ടില്ല, അവരവരെന്ന് മാറ്റണം. പെർഫോമൻസ് അനലൈസ് ചെയ്തിട്ട്
സാഹചര്യത്തിനനുസരിച്ച് ഇൻക്ലൂഡ് ആക്കാനും സാഹചര്യത്തിനനുസരിച്ച് അതിനെ ഔട്ടാക്കാനുള്ള സംവിധാനവും കൂടി ഉണ്ടാവണം. ഇതൊക്കെ തന്നെ ടാലൻറ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കണം ഏത് കാലത്തും അവർ എന്തിലും സെലക്ഷൻ നടത്തേണ്ടത്. അത് പലപ്പോഴും നടക്കാതെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് റിലേയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ പലപ്പോഴും അർഹത ഇല്ലാത്ത ആൾക്കാരൊക്കെ ടീമിൽ ഇപ്പോഴും കയറി വരുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. താരമായിരുന്നു, കോച്ചായി, മറ്റേ ജനപ്രതിനിധിയായി, ഭരണസാരഥ്യത്തിലെത്തി. അയ്യോയുടെ ഈ എല്ലാ പദവികളും വളരെ ഊർജ്ജസ്വലതയോടെ നിറവേറ്റുന്നുള്ള കരുത്ത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതിലേതാണ് ഏറ്റവും ആസ്വദിച്ചത്? അതും കൂടെ ഇതിൻ്റെ കൂടെ കൂടി ആസ്വദിച്ച് ചെയ്തത് ഏതാണ്? ആസ്വദിച്ച് ചെയ്തത് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിലും ഓടുന്നത് തന്നെയാണ്. കാരണം അത് നമ്മൾ സ്വന്തം അധ്വാനിക്കുക, നമ്മൾ സ്വന്തം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടി നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ വർക്ക് ചെയ്യാണ്. അത് എല്ലാം നമ്മുടെ കയ്യിൽ തന്നെയാണ്. വർക്കിങ്ങും റിസൾട്ടും ഒക്കെ നമ്മൾ എത്ര ധൈര്യത്തോടെ എത്ര വർക്ക് ചെയ്യുന്നു, എത്ര ലോഡ് എടുക്കുന്നു, എത്ര ഫോക്കസിങ് ആണ്, അതനുസരിച്ചിരിക്കും റിസൾട്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള സ്ഥാനത്തൊക്കെ ഇരുന്നിട്ട് നമ്മളിപ്പോൾ അയ്യോയുടെ അടുത്ത് പറയുകയാണ്, ആ സ്ഥാനത്ത് ഇരുന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ആ ആഗ്രഹിക്കുമ്പം എത്രയോ വർഷമായിട്ട് നടന്നു പോരുന്ന ഒരു ഓർഗനൈസേഷൻ അതിനെ പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതത്ര എളുപ്പമായിട്ട് വരില്ല. അതിൻ്റെ എല്ലാ 4 വാർഡും നമ്മളെ പിന്നോട്ട് വലിക്കും. സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും, നമ്മളെ പിന്നോട്ട് വലിക്കും. ഒരു എന്താ പറയുക, 15 പേരുണ്ടെങ്കിൽ 12 പേരും വ്യത്യസ്തമായിരിക്കും. 12 പേർക്ക് ഓരോരുത്തരായിട്ടുള്ള പേഴ്സണൽ അജണ്ടാസ് ഉണ്ടാവും. അപ്പോൾ ഒരു അയ്യോയെ പോലുള്ള ഒരു ഓർഗനൈസേഷൻ ആകുമ്പം 12 പേരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമുണ്ടാവില്ല. നമ്മൾ നാടിൻ്റെ നന്മയായിരിക്കും നോക്കുക. അപ്പോൾ അവർക്ക് മറ്റു താല്പര്യങ്ങളുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ നമ്മളെ സ്പോർട്സിന് ഗുണം ചെയ്യില്ല. അപ്പോൾ അത് പ്രോപ്പർ ആക്കാൻ പറ്റുമ്പോൾ നമുക്ക് അത്യാവശ്യം സപ്പോർട്ട് വേണ്ട സ്ഥലത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നടക്കില്ല, പക്ഷെ കുറച്ച് സമയമെടുത്തിട്ട് നമുക്ക് അതിനെ പ്രോപ്പറായി കൊണ്ടുവരാനൊക്കെ സാധിക്കുകയൊക്കെ ചെയ്യും. പണ്ട് സുരേഷ് കൽമാടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ കായിക രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കായിക താരങ്ങളെ വിചാരിച്ചാൽ പറ്റില്ല, അത് രാഷ്ട്രീയക്കാർ തന്നെ വേണമെന്ന്. ഇപ്പോൾ അയ്യോയുടെ തലപ്പത്ത് PT ഉഷ എന്ന അത്ലറ്റാണ്, താരമാണ്. ഈ സുരേഷ് കൽമാടി പണ്ട് പറഞ്ഞ അഭിപ്രായത്തിൽ യോജിക്കുന്നുണ്ടോ? രാഷ്ട്രീയക്കാർക്ക് മാത്രമേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ? രാഷ്ട്രീയം വളരെ മോശമാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ രാഷ്ട്രീയത്തെക്കാളും മോശമാണ് സ്പോർട്സിലുള്ള പൊളിറ്റിക്സ്. ഞാൻ മനസ്സിലാക്കിയെടുത്ത് രാഷ്ട്രീയത്തെക്കാളും ഞാൻ രണ്ടും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്പോർട്സിൻ്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സും കാണുന്നുണ്ട്, നോർമൽ പൊളിറ്റിക്സും കാണുന്നുണ്ട്. പക്ഷേ സ്പോർട്സിലുള്ള പൊളിറ്റിക്സ് നമുക്ക് സഹിക്കുന്നതിൽ ഏറെയാണ്. പലപ്പോഴും നമുക്ക് എന്താ പറയുക, ഞാനൊന്നും തീരെ അയ്യോയിൽ പോയിട്ട് അയ്യോയെ പോലത്തെ അവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. പക്ഷേ ഞാനവിടെ എത്തിയെങ്കിൽ അതിന്ന് പിന്തിരിഞ്ഞോടാൻ എനിക്ക് ഇഷ്ടമല്ല. അതിനെ ഫുൾ എക്സ്റ്റെൻഡ് അതിനെ ഏതൊക്കെ രീതിയിൽ നന്നാക്കാൻ പറ്റുമോ എന്നുള്ളത് അതാണ് എൻ്റെ അത് എനിക്ക് തോന്നുന്നത്. അതൊന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കുന്നതല്ല, ബൈ ബോണായിരിക്കും. കാരണം എനിക്കൊരു സാധനം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർഫെക്ഷനോട് കൂടി അതിൻ്റെ സക്സസ് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയ്യോയിലെ പ്രശ്നക്കാരെ നേരിടാൻ PT ഉഷ എന്തായാലും മുന്നിൽ തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നത്. അതിപ്പോൾ നിങ്ങൾക്കറിയാലോ, 1:12 എന്ന് പറയുമ്പോൾ 1:12 എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല അയ്യോയെ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് അസോസിയേഷൻസ്, നാഷണൽ അസോസിയേഷൻസ് ഉണ്ട്. 10-70 ആൾക്കാർ ചേർന്നിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞാൻ നന്നായിട്ട് അസോസിയേഷന് കാര്യങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല സപ്പോർട്ടുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് അവസാന 2 ദിവസമുള്ള സമയത്ത് എനിക്ക് അതിനെ ഞാൻ പോസ്റ്റ്പോൺ ആക്കേണ്ടി വന്നത് അതുകൊണ്ടായിരിക്കും. അതെ ഇതിന് മാറിയൊരു ചോദ്യം, രാജ്യത്തിന് കയ്യകലത്തിന് PT ഉഷയിലൂടെ നഷ്ടപ്പെട്ട ഒരു മെഡല് തിരിച്ചു പിടിക്കുക, നാട്ടിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൻ്റെ തുടക്കം. ആ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറഞ്ഞോ? ദൂരം കുറഞ്ഞോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂരം അതിന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനീഷ്യലി തുടങ്ങിയ സമയത്ത് ഞാൻ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ട്രെയിനിങ് കൊടുത്ത്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് കൊണ്ടുവന്നൊരു കുട്ടിയാണ് ടിൻഡു ലുക്ക. ഇന്ത്യയിൽ ആകെ 2 പേരെ 2 മിനിറ്റ് കുറഞ്ഞ് ഓടിയിട്ടുള്ളൂ.
ഈ ടിൻഡു 6-7 തവണ 2 മിനിറ്റ് കുറഞ്ഞ് ഓടിയിട്ടുണ്ട്. ഷൈനി വിൽസൺ സാഫ് ഗെയിംസിൽ 1 തവണ ഓടിയിട്ടുണ്ട്. അപ്പം ഈ 2 മിനിറ്റ് കുറഞ്ഞിട്ട് 800 മീറ്റേഴ്സ് ഓടുക എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് പെർഫോമൻസാണ്. പക്ഷെ എന്തുകൊണ്ടോ അതിനെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ കുട്ടി ട്രെയിൻ ചെയ്യുമ്പോൾ കുട്ടിയുടേതും അവരുടെ ഫാമിലിയുടെ ഒക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. ഇതെന്ന് പറയുമ്പോൾ ടിൻഡുവിനെ ബാക്കിംഗ് ആയിട്ട് നിന്നത് ഫുള്ള് ഉഷാ സ്കൂളാണ്. അപ്പോൾ ടിൻഡുവിനെ 2 മിനിറ്റ് താഴ്ത്തി ഓടിപ്പിക്കുമ്പോൾ ഇതേപോലെ എനിക്ക് വന്നിട്ടുള്ള അതേപോലത്തെ അനുഭവങ്ങൾ ടിൻഡുവിന് ഉണ്ടായിട്ടുണ്ട്. ടിൻഡുവിനെ ട്രെയിനിങ് ചെയ്യുന്ന അവസരത്തിൽ ടിൻഡുവിന് ഒരിക്കലും എക്സ്പോഷർ കിട്ടുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും ടിൻഡു ഇന്ത്യയിൽ മാത്രമാണ് കൂടുതലും, പുറത്ത് എക്സ്പോഷർ കിട്ടി, നല്ല എക്സ്പോഷർ, എന്താ പറയുക, വേൾഡ് ക്ലാസ് പെർഫോമൻസ് കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ ഒളിമ്പിക്സ് നോക്കൂ, 2012 ഒളിമ്പിക്സ് ലണ്ടനിൽ ടിൻഡു ഓടിയപ്പം ടിൻഡു 11ാമതാണ് വന്നത്. അപ്പോൾ 11ാമത് വന്നപ്പോൾ അതിലുള്ള 3 പേര് എന്താ പറയുക ടെസ്റ്റാസ്ട്രോൺ ഹൈ ആയിട്ട് അവർ ഔട്ടായിപ്പം. 3 പേര് ഡോപ്പ് അടിച്ചിട്ട് പുറത്താണ്, 6 പേര് പുറത്തായി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കൂടിയാണ് അവർ ഓടിയിരുന്നത്, അല്ലായിരുന്നെ അവൾ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ പിന്നീട് ചെയ്യാൻ അവസരങ്ങളുണ്ടായി. നെക്സ്റ്റ് ഒളിമ്പിക്സ് ആകുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് കോമ്പറ്റീഷൻ്റെ ഒരാഴ്ച മുമ്പ് ബ്രോങ്കൽ ഇൻഫെക്ഷൻ വന്ന കാരണം കൊണ്ട് അവൾക്ക് നല്ല പെർഫോമൻസ് വിചാരിച്ച പോലെ പറ്റിയിട്ടില്ല. അപ്പോഴും 2 മിനിറ്റിൽ ഓടി, അത്രയും വെച്ചുകൊണ്ട്. അത് കഴിഞ്ഞിട്ടും ചെയ്യണമെങ്കിൽ ഒരു അതിയായ ആഗ്രഹങ്ങൾ കുട്ടിക്കും കുട്ടിയുടെ കുടുംബത്തിനും ഉണ്ടാവണം. എനിക്ക് ചെയ്യണം, എനിക്ക് കഴിവുണ്ട്, ആ നേട്ടങ്ങൾ അതാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള ചിന്തകൾ അവർക്ക് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ. അല്ലാതെ അത് മുഴുവിക്കുന്നതിന് മുമ്പ് എനിക്ക് സ്പോർട്സ് നിർത്തി പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് പ്രഷറൈസ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ അടുത്ത ആൾ വന്നിരിക്കുന്നത് ജിസ്നയാണ്. ജിസ്ന ഈ കംപ്ലീറ്റ് 400-ലെ ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ എത്രയോ പേര് ജിസ്നയുടെ കൂട്ടത്തിലോടി, എല്ലാവരും മരുന്നടിച്ച് ഡോപ്പിൽ പിടിച്ച ആൾക്കാരാണ്. എണ്ണി നോക്കിക്കോളൂ, അഞ്ജലി, പിന്നെ ഹരിയാനയിലുള്ള അവളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, അവളുടെ കൂടെ മുമ്പിൽ വന്ന ഭുവനേശ്വറിലോടി മുമ്പിൽ വന്ന് ഡോപ്പിൽ പിടിച്ചിട്ട് ഔട്ടായതാണ്. പിന്നെ പൂവമ്മ, ഇവരൊക്കെ തന്നെ മരുന്നടിച്ച് ടോപ്പിൽ വന്നിട്ട് പുറത്തായതാണ്. ആ ഇടയിലാണ് ജിസ്ന 53 കുറഞ്ഞിട്ട് ഇപ്പോഴും ഓടുന്നത്. അപ്പോൾ അങ്ങനെ അവൾ ടീമിൽ ഇല്ലാതെ പോകുമ്പോൾ എന്നെപ്പോലത്തെ ആൾക്കാർ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സൊക്കെ ഡിസാർട്ടഡായി, എനിക്ക് ഇനി സ്പോർട്സ് ചെയ്യേണ്ട, ഞാൻ സ്പോർട്സ് നിർത്തി പോവാന്നുള്ള ചിന്ത വെക്കുമ്പോൾ അപ്പൊ അവർക്ക് അത്രയേ ഉള്ളൂ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്റ്റേജ് വരുമ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഒരു മനസ്സ് അത്ലറ്റ്സിന് ഉണ്ടാവണം. കാരണം അതാണ് നമ്മുടെ രാജ്യം, നമ്മളെവിടെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ ഫൈറ്റ് ചെയ്ത് കയറി വന്ന ആളാണ്. അത് ഞാൻ എൻ്റെ ട്രെയിനിങ് കുട്ടിക്ക് കിട്ടിയിട്ട് പോലും അതെന്തേ പഠിക്കാത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വേറെ ചോദ്യം, ഡൽഹിയിൽ നടന്ന കായിക താരങ്ങളുടെ സമരം ഉണ്ടല്ലോ, അതിൽ IOA അധ്യക്ഷ എന്ന നിലയിൽ PT ഉഷ അനുഭാവം കാണിച്ചില്ലെന്നൊരു വിമർശനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇപ്പം ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? അതിപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നോ ശരി, അവർ പറഞ്ഞതായിരുന്നോ ശരിയെന്ന് തോന്നിയോ? ഇപ്പം എന്ത് തോന്നി? ഞാൻ പറഞ്ഞതായിരുന്നില്ലേ ശരി? ഞങ്ങൾക്ക് അതിനുള്ള കമ്മിറ്റി ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു മകനോ മകളോ ആണ് ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലത്തിൽ പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ആ കുട്ടീനോട് കോഴിക്കോട് SM സ്ട്രീറ്റിൽ പോയി നീ സമരം ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ ആ കുട്ടിക്ക് എന്തെങ്കിലും അബദ്ധം അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൾക്കാരെ നോക്കി പിടിച്ചിട്ട് ഞാൻ നല്ല ശിക്ഷ കൊടുത്തിരിക്കും. പക്ഷെ ഞാൻ പബ്ലിക്കായിട്ട് ആ കുട്ടീനെ അവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ ജീവിതം കളയാൻ ഞാൻ ശ്രമിക്കില്ല. അത്രയേ എൻ്റെ മകനോടോ മകളോടോ കാണിക്കുന്ന ആ ഒരു സോഫ്റ്റ് കോർണറേ ഞാൻ സ്പോർട്സ്മാനോട് കാണിച്ചിട്ടുള്ളൂ. അവരെന്തിനാണ് ഇവിടെ പോയിരുന്ന് സമരം ചെയ്യുന്നത്? ഒരു കോളോ അല്ലെ ഒരു കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതിനെ ആ സമയത്ത് അതിൽ പൊതുവെ പബ്ലിക്കിന് ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അടിച്ചമർത്തുക എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ മനസ്സിലായല്ലോ എന്തായിരുന്നു അതിൽ ശരിക്കും എത്ര സത്യാവസ്ഥ ഉണ്ടെന്നുള്ളത്. എന്തായാലും നമുക്കൊരു ചോദ്യത്തോടു കൂടി അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത്, എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു വിഷയമാണ്. വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക് മെഡൽ നഷ്ടം ആ സമയത്ത് PT ഉഷ അനാവശ്യമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഒളിമ്പിക് നിയമങ്ങൾ അറിയുന്ന ഒരാൾക്കും അങ്ങനെ വിമർശിക്കാൻ തോന്നില്ല. കാരണം നിയമങ്ങൾ അത്ര കടുകട്ടിയാണ്. പക്ഷേ അതിൽ അനാവശ്യമായി വിമർശിക്കപ്പെട്ടെന്ന് തോന്നലുണ്ടോ? കാരണം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ പാരീസിൽ സംഭവിച്ചതെന്ന് പലർക്കും അറിയില്ല.
അത് എന്ത് പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മളെക്കാളേറെ ഇപ്പം എന്നേക്കാൾ വേറെ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന നിങ്ങളെക്കാളും ഒക്കെ തന്നെ ഏറെ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിച്ച ആൾക്കാരാണ് റെസ്ലേഴ്സ് ബോക്സേഴ്സ് ഒക്കെ. കാരണം അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏജിനായിട്ടല്ല, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വെയിറ്റ് അഗെയിൻസ്റ്റ് ആണ്, വെയിറ്റ് ആണ് അവരുടെ. അപ്പോൾ അവർക്ക് അതിൽ 5 ഗ്രാം കൂടിയാൽ പോലും അതിൽ പെർമിഷൻ ഉണ്ടാവില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം കാരണം എനിക്കും അതെ, ഞാൻ രാവിലെ ഉറങ്ങി രാവിലെ എണീറ്റ് വരുമ്പോൾ പ്രസിഡന്റിനൊരു ബാഡ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സിന് സ്വർണത്തിന് വേണ്ടി പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ്. എനിക്കും വിഷമായിരുന്നു കേട്ടപ്പോൾ, നിങ്ങളെപ്പോലെയൊക്കെ തന്നെ. എനിക്കെന്ന് പറഞ്ഞാൽ അവിടെ വിനേഷ് ഫോഗട്ടല്ല, ഇന്ത്യക്ക് കിട്ടാൻ പോകുന്ന ഒരു മെഡലാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ് ഡ്രസ്സ് ചെയ്ത് ഓടിപ്പിടിച്ച് അവളുടെ അടുത്തേക്ക് ഓടിപ്പോയതാ. അപ്പം പോയി അതിനിടയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്താണ് റിയലി അത് അവർ എന്തെങ്കിലും അബദ്ധം ചെയ്തതാണോ വെയിറ്റിൽ, അല്ല ശരിക്കും 100 ഗ്രാം തന്നെ അവർക്ക് കൂടുതലാണോ എന്നൊക്കെ അതിൻ്റെ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ പോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് അവരെ സമാധാനിപ്പിക്കാൻ പോയി. അപ്പോൾ അവർ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഹോസ്പിറ്റലിൽ പോകാൻ അനുവദിക്കുന്നില്ല. അത് വന്നപ്പോൾ ഞാൻ തന്നെയാണ് പ്രഷറൈസ് ചെയ്ത് ആ കുട്ടീനെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരും. അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോയപ്പം ആരോ ഒരാൾ ബാക്കിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ആണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലാതെ ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പം വിനേഷ് ഫോഗട്ടിൻ്റെ 5 എന്ന് പറഞ്ഞാൽ ടെക്നിക്കലിയാണ്. ഞാൻ അത് കഴിഞ്ഞ് ഓടിപ്പോയത് ഞാൻ റെസ്ലിങ്ങിൻ്റെ വേൾഡ് പ്രസിഡന്റിനെ കാണാനാണ്. അവർ പറഞ്ഞ് പ്രസിഡന്റ് റൂൾസ് ഈസ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിടുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് 4 പേരെ അവരുടെ 5 പേരെ അവരുടെ മാത്രം വിനേഷ് ഫോഗട്ടിന് മാത്രം പേഴ്സണലായിട്ട് സപ്പോർട്ടിങ് സ്റ്റാഫിനായിട്ടാണ് IOA അയച്ചത്. അവർ അങ്ങനെ ഒരു അത്ലറ്റിൻ്റെ ഹോൾ ഹിസ്റ്ററി ഇന്ത്യയുടെ എടുത്ത് നോക്കുകയാണ്, ഒരാൾക്ക് 5 സ്റ്റാഫ് പോയ കഥ ഇല്ല. അപ്പം എന്ത് പ്രോബ്ലം വരുവാണെങ്കിലും അവരാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്, അത് IOA കൊണ്ടുപോയ മറ്റുള്ള ഡോക്ടർ അല്ല. അതൊക്കെ വെച്ചിട്ട് ഈ PT ഉഷേനെ പിന്നെ എന്താ പറയുക പിന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് PT ഉഷേനെ കുറ്റം പറയാനായിരുന്നില്ലേ എല്ലാവരുടെയും ശ്രമം. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എനിക്കറിയാം, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അധികം പ്രോബ്ലം വരുമ്പോൾ സോഷ്യൽ മീഡിയ നോക്കാതെ അങ്ങോട്ട് ഇരിക്കും, പത്രത്തിൽ എന്തെങ്കിലും വരുമ്പോൾ ഞാനത് വായിക്കില്ല. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല, ചിന്തിക്കില്ല. പിന്നെ അതെല്ലാം കാലങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് PT ഉഷ പറഞ്ഞതായിരുന്നു ശരി എന്ന് പറയുമ്പോൾ ഞാനും ഒന്ന് എടുത്തു നോക്കും സംഭവം എന്തായിരുന്നു വന്നിരുന്നു. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? കാരണം എന്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് PT ഉഷ എന്നൊരു പേര് കണ്ടു കഴിഞ്ഞാൽ അതിനങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടും. എന്തായാലും അവസാന ചോദ്യത്തിലേക്ക് കടക്കാണ്. IOA പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മുടെ കായിക താരങ്ങൾക്ക് PT ഉഷ കൊടുക്കുന്ന വാഗ്ദാനം എന്താണ്? IOA പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പുതിയ കായിക താരങ്ങൾക്ക് PT ഉഷ കൊടുക്കുന്ന വാഗ്ദാനം എന്താണ്? വാഗ്ദാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സിൽ ആർക്കെങ്കിലുമൊക്കെ സ്പോർട്സ്മാൻമാർക്ക് എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. പ്രശ്നങ്ങൾ അസോസിയേഷനിലും IOAയിലും ഒക്കെ തന്നെയും പല പ്രശ്നങ്ങളും ഉണ്ടാവും. അവരെ എപ്പോഴും സ്പോർട്സിൽ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ ലക്ഷ്യം ടാർഗറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ പ്രസിഡൻ്റ് ആയിരിക്കുന്നിടത്തോളം എൻ്റെ പ്രിഫറൻസ് എപ്പോഴും സ്പോർട്സ്മാൻമാർ തന്നെയാണ്. കാരണം അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർക്ക് ട്രെയിനിങ്ങിന് പോകുമ്പോൾ ആണെങ്കിലോ എന്താ പറയുക കോമ്പറ്റീഷന് പോകുമ്പോൾ ആണെങ്കിലോ അവരുടെ കൂടെ അവരുടെ സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ടാവാനുള്ള ശ്രമം നടത്തും. അവർക്ക് ഒളിമ്പ്യൻസിന് അവർക്കുള്ള പെൻഷൻ സംവിധാനം ഉണ്ടാകാനുള്ള സംവിധാനം നോക്കും. ജയിച്ച് വരുമ്പം മറ്റുള്ള ആൾക്കാർ അസോസിയേഷൻ മറ്റുള്ള ഗവൺമെൻറ്റൊക്കെ ചെയ്യുന്ന പോലെ അവരെ അവാർഡ് അവർക്ക് അടുത്ത മീറ്റിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് അവാർഡ് കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യും. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്തായാലും ഇത്ര നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെ നന്ദി. സദസ്സിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷം. താങ്ക് യു സോ മച്ച്.